السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 54-ാം അധ്യായം സൂറത്തു അൽ ഖമറിലെ 1 മുതൽ 27 വരെയുള്ള വചനങ്ങളാണ് നാം പഠിച്ചു മനസ്സിലാക്കിയത്. സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമയെ അവർ കളവാക്കിയപ്പോൾ അവർ ഒരു വലിയ ദൃഷ്ടാന്തം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ ഒട്ടകത്തെ ദൃഷ്ടാന്തമായി അയക്കുന്നതിനെ സംബന്ധിച്ചാണ് 27-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. ഇന്നാ മുർസിലുൻ നാഖതി ഫിത്നതൻ ലഹും, അവർക്കൊരു പരീക്ഷണം എന്നുള്ള നിലക്ക് നാം ഒരു ഒട്ടകത്തെ അയക്കുന്നവരാകുന്നു. ഫർതഖിബുഹും, അതിനാൽ അവരെ ശ്രദ്ധിക്കുക, അവരെ നിരീക്ഷിക്കുക. വസ്തബിർ, ക്ഷമ അവലംബിക്കുകയും ചെയ്യുക എന്ന് സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശോധിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونبئهم أن الماء قسمة بينهم كل شرب محتضر. فنادوا صاحبهم فتعاطى فعقر. فكيف كان عذابي ونذر. إنا أرسلنا عليهم صيحة واحدة فكانوا كهشيم المحتضر. ولقد يسرنا القرآن للذكر فهل من مدكر. كذبت قوم لوط بالنذر. إنا أرسلنا عليهم حاصبا إلا آل لوط نجيناهم بسحر. نعمة من عندنا كذلك نجزي من شكر. ولقد أنذرهم بطشتنا فتماروا بالنذر. ولقد راودوه عن ضيفه فطمسنا أعينهم فذوقوا عذابي ونذر. ولقد صبحهم بكرة عذاب مستقر. فذوقوا عذابي ونذر. ولقد يسرنا القرآن للذكر فهل من مدكر. 28-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വനബ്ബിഉഹും, അവരെ അറിയിക്കണം.
നബ്ബ എന്ന് പറഞ്ഞാൽ വാർത്ത അറിയിക്കുക. നബ വാർത്ത അറിയിക്കുന്നതിനാണ് നബ്ബ എന്ന് പറയുന്നത്. യുനബ്ബിഉ തൻബീഅൻ വനബ്ബിഉഹും അവരെ അറിയിക്കണം അന്നൽ മാഅ വെള്ളം ഖിസ്മത്തുൻ ബൈനഹും അവർക്കിടയിൽ ഓഹരിയായി ഹദ്ദായി ഊഴമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഖസമ യഖ്സിമു ഖസ്മൻ, ഖസമ എന്ന് പറഞ്ഞാൽ വിഭജിക്കുക, ഊഴം നിശ്ചയിക്കുക, ഓഹരി നിശ്ചയിക്കുക എന്നൊക്കെയാണ് ഖസമ എന്ന വേർഡിൻ്റെ അർത്ഥം. ഖിസ്മത്ത് എന്ന് പറഞ്ഞാൽ ഓഹരി, ഊഴം. അപ്പോൾ വെള്ളം, കുടിക്കാനുള്ള വെള്ളം അവർക്കിടയിൽ ഊഴമായിട്ടായിരിക്കുമെന്ന് പറയുക. കുല്ലു ഷിർബിൻ, ഓരോ കുടിക്കുന്ന സന്ദർഭത്തിലും, മുഹ്തദറുൻ അവർ അവിടെ ഹാജരാക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ അവർക്കുള്ള പരീക്ഷണം ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുള്ള പറഞ്ഞതുപോലെ അഖ്ബിർ ഖൗമക മിൻ സമൂദ അന്നൽ മാഅ യൗമ ഗിബ്ബിൻ നാഖതി ഖിസ്മതൻ ബൈനഹും ഫകാനൂ യഖ്തസിമൂന ദാലിക യൗമ ഗിബ്ബിഹാ ഫയശ്റബൂന മിൻഹു ദാലികൽ യൗം വയതസവ്വദൂന ഫീഹി മിൻഹു ലിയൗമി വുറൂദിഹാ. ഒട്ടകം വരുന്ന ദിവസം അവർക്ക് വെള്ളമെടുക്കാൻ പാടില്ല. അന്ന് ഒട്ടകത്തിനുള്ളതാണ് ആ വെള്ളം. അവിടെ അവർക്ക് കുടിക്കാനും വെള്ളമെടുക്കാനുമുള്ള ഒരു ജലാശയമുണ്ടായിരുന്നു, ചെറിയ കിണർ പോലത്തെ. ആ നിലക്ക് അവർക്ക് വെള്ളമെടുക്കാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു, ഒട്ടകത്തിനും കുടിക്കാം അവർക്കും കുടിക്കാം. ഒട്ടകം വരുന്ന ദിവസം അവർക്ക് വെള്ളമെടുക്കാൻ പാടില്ല. പക്ഷേ ഒട്ടകത്തിൻ്റെ പാല് അവർക്ക് കറന്നെടുക്കാമായിരുന്നു, അതിന് പാലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആ പാല് അന്ന് അവർക്ക് കറന്നെടുക്കാം, അന്ന് വെള്ളമെടുക്കാൻ പാടില്ല. ഒട്ടകമില്ലാത്ത ദിവസം അവർക്ക് വെള്ളമെടുക്കാം. അപ്പോൾ വെള്ളത്തിന് ഊഴമാണ്. ഒരു ദിവസം ഒട്ടകം, ഒരു ദിവസം അവിടെയുള്ള ജനങ്ങൾ. സൂറത്തു ശുഅറായിലെ 155 അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ഖാല ഹാദിഹി നാഖത്തുൻ ലഹാ ശിർബുൻ, ഇതൊരൊട്ടകമാകുന്നു. ലഹാ ഷിർബുൻ, അതിന് ഒരു കുടിക്കാനുള്ള, ശരിബ ഷിർബ് എന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ളത്. വലക്കും ഷിർബു യൗമിൻ മഅലൂം, അപ്പോൾ അതിനും ഒരു ദിവസമുണ്ട്, നിങ്ങൾക്കും ഒരു ദിവസമുണ്ട് അറിയപ്പെട്ട. ആ ദിവസങ്ങളിലേ അവർ വെള്ളമെടുക്കാൻ പാടുള്ളൂ. അതല്ലാത്ത ദിവസങ്ങളിൽ ഒട്ടകമാണ് വെള്ളം കുടിക്കേണ്ടത്. അതാണ് കുല്ലു ഷിർബിൻ മുഹ്തദർ. ഓരോ ഷിർബിലും, ഓരോ ആ ഒട്ടകം കുടിക്കുന്ന ദിവസവും അവർക്ക് എടുക്കാനില്ലെങ്കിലും അവരവിടെ ഹാജരാവേണ്ടതുണ്ട്. കാരണം അതൊരു വലിയ ദൃഷ്ടാന്തം എന്നുള്ള നിലക്കുള്ള ഒട്ടകമാണ്. അപ്പോൾ ആ നിലക്കുള്ള ഇഹ്തദറ എന്ന് പറഞ്ഞാൽ ഹുദൂറാവുക, ഹാജറാവുക. യഹ്തദിറു ഇഹ്തിദാറൻ. മുഹ്തദർ എന്ന് പറഞ്ഞാൽ അന്ന് ഹാജറുണ്ടായിരിക്കണം. വനബ്ബിഉഹും അന്നൽ മാഅ ഖിസ്മത്തുൻ ബൈനഹും കുല്ലു ഷിർബിൻ മുഹ്തദർ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഇദാ ഗാബത് ഹദറുൽ മാ, ഒട്ടകമില്ലാത്തപ്പോൾ അവർ വെള്ളത്തിൻ്റെ അടുത്ത് വരും. വ ഇദാ ജാഅത് ഹദറുൽ ലബൻ, ഒട്ടകം വന്നാൽ അവർ പാലിനു വേണ്ടി വരും. ഇങ്ങനെ രണ്ട് നിലക്കാണ് അവിടെ കാര്യങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഒന്നാമത് ആ നാട്ടിലെ ജനങ്ങൾ മൊത്തത്തിൽ പ്രശ്നക്കാരായിരുന്നു. അതോടൊപ്പം അവിടെ 9ഓളം ആളുകളുണ്ടായിരുന്നു, മഹാപോക്കിരികൾ. വക്കാന ഫിൽ മദീനത്തി 9 റഹ്തീൻ യുഫ്സിദൂന ഫിൽ അർദി വലാ യുസ്ലിഹൂൻ. ആ മദീനയിൽ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമ വന്ന ആ പട്ടണത്തിൽ 9 ആളുകളുണ്ടായിരുന്നു. യുഫ്സിദൂന ഫിൽ അർദ്, വെറും കുഴപ്പക്കാരായ 9 ആളുകളാണ്. വലാ യുസ്ലിഹൂൻ, ഒരു നന്മയും ചെയ്യാത്ത ആളുകൾ. ഓരോ നാട്ടിലും അങ്ങനെ ചില ആളുകളുണ്ടാവും, വെറും ഫിത്നയും ഫസാദും മാത്രം, ഒരു നന്മയും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ആളുകൾ. അങ്ങനെയുള്ള 9ഓളം ആളുകളുണ്ടായിരുന്നു. അവർക്ക് ഈ നിലക്കുള്ള കാര്യങ്ങളൊക്കെ കളിയും തമാശയും പരിഹാസവും അവരുടെ പോക്കിരിത്തരം കാണിക്കാനുള്ള വേദിയുമൊക്കെ ആയിരുന്നു അവർക്ക്. അതുകൊണ്ട് അവർ പ്ലാനിട്ടു, സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വധിച്ച് കളയാം, എന്നിട്ട് പിറ്റേ ദിവസം പറയാം
ഞങ്ങൾക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല. ലനുബയ്യിതന്നഹു അഹ്ലഹു സുമ്മ ലനഖൂലന്ന ലിവലിയ്യിഹി മാ ഷഹിദ്നാ മഹ്ലിക അഹ്ലിഹി വ ഇന്നാ ലസാദിഖൂൻ. ഞങ്ങൾ സത്യമാണ് പറയുന്നത്, അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് നമുക്കറിയില്ല, പക്ഷേ നമുക്ക് അദ്ദേഹത്തെ കൊന്നുകളയാം. ഇങ്ങനെയൊക്കെ പ്ലാനിട്ട ആളുകളാണവർ. അങ്ങനെ പോക്കിരികളായിരുന്നു അവർ. അങ്ങനെ ആ പോക്കിരികളുടെ കൂട്ടത്തിൽ തന്നെ ഒരു മഹാപോക്കിരി ഉണ്ടായിരുന്നു. എല്ലാറ്റിനും നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാവുണ്ടാവുമല്ലോ. അങ്ങനെ ഈ ഒട്ടകം അവർക്കൊരു പരീക്ഷണമായിരുന്നു. പക്ഷേ അതേ സമയത്ത് ഇവർക്ക് ആ ഒട്ടകമുള്ളത് ഒരു വലിയ ഇടങ്ങേറായിട്ടാണ് തോന്നിയത്. അള്ളാഹു അത് തന്നെയാണ് അവരെ പരീക്ഷിച്ചതും. ഫനാദൗ സാഹിബഹും, ഫനാദൗ അവർ വിളിച്ചു, നാദ യുനാദി മുനാദാത്ത് നിദാഅൻ, ഫനാദൗ സാഹിബഹും. അങ്ങനെ അവർ അവരുടെ സാഹിബിനെ, കൂട്ടുകാരനെ വിളിച്ചു. സാഹിബ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ. അവരുടെ കൂട്ടുകാരൻ, അവരുടെ നേതൃത്വം കൊടുത്തിരുന്ന പ്രധാനിയെ വിളിച്ചു. ഫതആത, അങ്ങനെ അയാൾ മുന്നിട്ട് വന്നു. തആത എന്ന് പറഞ്ഞാൽ തനാവലഹ ബിയദിഹി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള തഫ്സീർ, തൻ്റെ കൈകൊണ്ട് ആ ഒട്ടകത്തെ അയാൾ പിടിച്ചു. തആത എന്ന വാക്കിന് മുന്നിട്ട് വരിക, ഒരാൾ വിളിച്ചാൽ ഒന്നിന് സന്നദ്ധനായി എഴുന്നേറ്റ് വരിക. അതേപോലെ തന്നെ ഒരു സദസ്സിൽ നിന്ന് തൻ്റെ രണ്ട് കാലിൻ്റെ തള്ളവിരലുകളിൽ എഴുന്നേറ്റ് നിന്ന് കൈ പൊക്കിക്കൊണ്ട് വരുന്നതിന് ത്വആത്ത എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരാളെ വിളിച്ചിട്ട് ഓക്കെ ഞാൻ ഏറ്റോളാം എന്ന് പറഞ്ഞു വരുന്ന ആ ഒരു സ്റ്റൈൽ, അതിനാണ് ത്വആത്ത എന്ന് പറയുന്നത്. മുന്നിട്ട് വരുന്നതിന്, കൈ ഉയർത്തി എഴുന്നേറ്റ് വരുന്നതിന് പറയും. അവിടെ തഫ്സീറിൽ കാണുന്നത് അയാൾ അങ്ങനെ മുന്നിട്ട് എഴുന്നേറ്റ് വന്ന് ഒട്ടകത്തെ പിടിച്ചു. ഫത്വആത ഫഅഖറ, ആ ഒട്ടകത്തെ അയാൾ അറുത്ത് കളഞ്ഞു. അഖറ എന്ന് പറഞ്ഞാൽ സാധാരണ കഴുത്ത് വെട്ടുന്നതിനാണ് അഖറ എന്ന് പറയുക. അഖറ യാഖിറു അഖറൻ. ഫതആത ഫഅഖർ, അയാൾ കൈകൊണ്ട് ഒട്ടകത്തെ പിടിക്കുകയും അങ്ങനെ അതിനെ അറുത്ത് കളയുകയും ചെയ്തു. അഖറ യാഖിറു അഖറൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ദൗർഭാഗ്യവനായ ആൾ എന്നാണ് അയാളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ദൗർഭാഗ്യവാനായ ആൾ, അയാൾ വരികയും ആ ഒട്ടകത്തെ അറുത്ത് കളയുകയും ചെയ്തു. ഫകൈഫ കാന അദാബി വനുദർ, അതായിരുന്നു അവർക്കുള്ള ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. അവസാനത്തെ പരീക്ഷണമായിരുന്നു. അതിലും അവർ അള്ളാഹുവിൻ്റെ നിയമം പാലിച്ചിട്ടില്ലെങ്കിൽ ആ ഒട്ടകത്തെ ഒരു നിലക്കും ഉപദ്രവിക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നിർദ്ദേശമുണ്ടായിരുന്നു. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഈ ഒട്ടകത്തെ ഒരു കാരണവശാലും അതിൻ്റെ വെള്ളം കുടിക്ക് നിങ്ങൾ തടസ്സമാവരുത്. ആ ഒട്ടകത്തെ നിങ്ങൾ ഒരു നിലക്കും ഉപദ്രവിക്കാൻ പാടില്ല. ഉപദ്രവിച്ചാൽ തൊട്ടുടനെ നിങ്ങളെ ശിക്ഷ വന്ന് പിടികൂടുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ താക്കീത്. എന്നാലൊന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോക്കിരികൾ അതിന് മുന്നിട്ട് വന്നത്. അപ്പോൾ ആളുകൾ കൂടുമ്പോൾ വലിയ ആളാവാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. അപ്പോൾ അത്രയും ആളുകളുള്ളൊരു സമയമാണ്. ഒട്ടകം വെള്ളം കുടിക്കാൻ വന്നു. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദൃഷ്ടാന്തം എന്നുള്ള നിലക്ക് വന്ന ഒട്ടകമാണ്. അത് പെട്ടെന്ന് ഒരു പാറ പൊട്ടി അതിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ഒട്ടകത്തെ കാണാനും അതിൻ്റെ വെള്ളം കുടി കാണാനുമൊക്കെ വലിയൊരു സംഘം ആളുകൾ അവിടെ ഉണ്ട്. അവിടെ വെച്ച് ഈ ആളുകളൊക്കെ കാണെ ഞാൻ വലിയ ആളാണ്, പോക്കിരിയാണ് എന്ന് തെളിയിക്കുന്ന രൂപത്തിൽ അയാൾ വരികയും ആ ഒട്ടകത്തെ അറുത്ത് കളയുകയും ചെയ്തു. അയാളത് ചെയ്തപ്പോൾ ആരും അയാളെ തടുത്തില്ല. അതുകൊണ്ട് ആ സമൂഹം മുഴുവൻ ആ ശിക്ഷയ്ക്ക് വിധേയരായി. ഫകൈഫ കാന അദാബി വനുദുർ, എൻ്റെ ശിക്ഷയും എൻ്റെ താക്കീതും അപ്പോൾ എപ്രകാരമായിരുന്നു എന്ന് നോക്കൂ. ഇന്ന, തീർച്ചയായും നാം, അർസൽന അലൈഹിം, അവരുടെ മേൽ അയക്കുകയുണ്ടായി, സ്വൈഹത്തൻ വാഹിദ. സ്വൈഹത്ത് എന്ന് പറഞ്ഞാൽ വലിയ ശബ്ദത്തിനാണ്, സൗത്തുൻ ഷദീദ്, അതിനാണ് സ്വൈഹത്ത് എന്ന് പറയുന്നത്. ശക്തമായ ഒരു ഘോര ശബ്ദം അത് അവരുടെ നേരെ നാം അയച്ചു. അത് ഇടിനാദമായിരുന്നു, ഇടിമിന്നലായിരുന്നു എന്ന് പറയപ്പെടും. ശക്തമായൊരു ഇടിമിന്നൽ, ശക്തമായ ഒരു ശബ്ദം, ഒറ്റ ശബ്ദമേ ഉണ്ടായിട്ടുള്ളൂ.
സ്വൈഹത്തൻ വാഹിദത്തൻ. ഫക്കാനു അപ്പോൾ അവർ ആയിത്തീർന്നു കഹഷീമിൽ മുഹ്തദിർ. ഹഷീം എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ വൈക്കോൽ തുരുമ്പിനാണ് ഹഷീം എന്ന് പറയുന്നത്. അൽ ഹഷീമു അൽ യാബിസു മിൻ കുല്ലി ഷൈഇൻ. ഏതൊരു വസ്തുവിൽ നിന്നും ഉണങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥക്കാണ് ഹഷീം എന്ന് പറയുന്നത്. ഹഷീം എന്ന് പറഞ്ഞാൽ ഏതൊന്നിൻ്റെയും ഉണങ്ങിയ അവസ്ഥക്കാണ് ഹഷീം എന്ന് പറയുന്നത്. മുഹ്തദിർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. എല്ലാ അർത്ഥവും ഒന്നിൽ വന്ന് നിൽക്കുന്നു. ഒന്ന്, ഉണങ്ങിയ വൈക്കോൽ. ആ വൈക്കോൽ കൊണ്ട് ഒട്ടകത്തിനും ആടുകൾക്കുമൊക്കെ അവരുടെ കൂടായിട്ട്, ആ കൂട് ഉണ്ടാക്കുമ്പോൾ അതിലിടാൻ വേണ്ടിയിട്ടുള്ള അവസാനത്തെ ആ പൊടികൾ ആണ് മുഹ്തദിർ എന്ന് പറയും. അതേപോലെ തന്നെ ഒട്ടകവും ആടുമൊക്കെ മേയുന്ന ഉണങ്ങിയ പുൽമേടുകൾക്ക് മുഹ്തദിർ എന്ന് പറയും. അപ്പോൾ ഹഷീമിൽ മുഹ്തദിർ എന്ന് പറഞ്ഞാൽ അപ്രകാരം ഉണങ്ങിയ പ്രതലത്തുള്ള ഉണങ്ങിയ പുല്ലുകൾ പോലെ, വൈക്കോൽ തുരുമ്പുകൾ പോലെ ആയിത്തീർന്നു എന്നാണ്, ചാമ്പലാക്കി കളഞ്ഞു എന്നാണ് ചില തഫ്സീറുകളിൽ കാണുന്നത്. ഉദാഹരണത്തിന് തഫ്സീറു ഇബ്നു കസീർ, അതിൽ പറയുന്നത് വൽ മുഹ്തദിറു ഖാല സുദ്ദിയു ഹുവൽ മർആ ബിസ്സഹറാ. സഹ്റായിലുള്ള തുറന്ന പ്രദേശത്തുള്ള, മരുഭൂമിയിലോ അതല്ലെങ്കിൽ വലിയ പാറപ്രദേശങ്ങളിലോ ഒക്കെ കാണപ്പെടുന്ന സഹ്റാകളിലുള്ള മേച്ചിൽ സ്ഥലങ്ങളാണത്. ഹീന യബീസു വതഹറഖ വനഫസത്ഹു റീഹു. ശക്തമായ ചൂടുകൊണ്ട് പാറമേടുകളിലുണ്ടാകുന്ന പുല്ലുകൾ ശക്തമായ ചൂടുകൊണ്ട് നമുക്കറിയാം, ഇപ്പോൾ നോക്കിയാൽ കാണാം വൈക്കോൽ തുരുമ്പ് പോലെ ആ പുല്ലുകൾ ഉണങ്ങിക്കിടക്കുന്നത് കാണാം. അങ്ങനെ തീയേറ്റ് ചൂടേറ്റ് കരിഞ്ഞ രൂപത്തിലുള്ള ഒരു അവസ്ഥ. അപ്പോൾ ശക്തമായ ഇടിനാദം കൊണ്ട് കത്തിച്ചാമ്പലായിപ്പോയി, കത്തിക്കരിച്ച് കളഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ ആ നിലക്ക് ചാമ്പലാക്കി കളഞ്ഞു. അതാണ് ഇന്നാ അർസൽനാ അലൈഹിം സ്വൈഹത്തൻ വാഹിദത്തൻ. ഒരു ഘോര ശബ്ദം, ഒരു ഘോരമായ ഇടിനാദം അവരെ പിടികൂടി. ഫക്കാനു കഹഷീമിൽ മുഹ്തദിർ. അങ്ങനെ ഉണങ്ങിയ വൈക്കോൽ തുരുമ്പ് പോലെ, കത്തിച്ചാമ്പലായ വൈക്കോൽ തുരുമ്പ് പോലെ അവർ ആയിത്തീർന്നു. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ നശിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോടായി പറയുന്നു വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. നിശ്ചയം ഈ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് ഓർക്കാനും പഠിക്കാനും ചിന്തിക്കാനും വേണ്ടി. ഫഹൽ മിൻ മുദ്ദക്കിർ. അതുകൊണ്ട് ഖുർആൻ പഠിച്ച് ഉത്ബോധനം ഉൾക്കൊള്ളാൻ ആരെങ്കിലുമുണ്ടോ? ഈ ചരിത്രമൊക്കെ അള്ളാഹു നിങ്ങൾക്ക് വളരെ വ്യക്തമായി വിശദീകരിച്ച് തരികയാണ്. അവർക്ക് സംഭവിച്ചതുപോലെ നിങ്ങൾക്കും സംഭവിക്കും. അതുകൊണ്ട് ആരുണ്ട് ഉറ്റ് ആലോചിക്കാൻ, ഗുണപാഠം ഉൾക്കൊള്ളാൻ, എന്നിട്ട് അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും മറ്റൊരു പ്രവാചകനെ സംബന്ധിച്ച് പറയുന്നു കദ്ദബത് ഖൗമു ലൂത്തിൻ ബിൻ നുദുർ. കദ്ദബത് കളവാക്കി, ഖൗമു ലൂത്തിൻ ലൂത്തിൻ്റെ ജനത, ബിൻ നുദുർ താക്കീതുകളെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അർദ്ധ സഹോദരനാണ് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം. അവർ രണ്ടുപേരും ഇറാഖിൽ നിന്ന് ഹിജറ വന്നതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഷാം പ്രദേശത്തായിരുന്നു ദഅവത്ത് നടത്തിയിരുന്നത്. സദോം എന്ന് അറിയപ്പെടുന്ന സ്ഥലത്തായിരുന്നു ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചത്. അവിടെയുള്ള ജനത ഷിർക്ക് ചെയ്യുന്നവരും സ്വവർഗരതിയുടെ ആളുകളുമായിരുന്നു. ഷിർക്ക് ചെയ്യുന്നവരും സ്വവർഗരതിയുടെ ആളുകളുമായിരുന്നു. കദ്ദബത് ഖൗമു ലൂത്തിൻ, ലൂത്തിൻ്റെ ജനതയും കളവാക്കി, ബിൻ നുദുർ താക്കീതുകളെ. എല്ലാ അമ്പിയാക്കളും താക്കീതുകളാണ് നൽകിയത്. താക്കീതുകളെ അവർ കളവാക്കി.
അപ്പോൾ ഇന്ന അർസൽന അലൈഹിം ഹാസിബ, അപ്പോൾ നാം അവരുടെ മേൽ ഹാസിബ്, ഹാസിബ് എന്ന് പറഞ്ഞാൽ ചരൽ കല്ലുകൾ, ചരൽക്കാറ്റ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നേരെ അയക്കുകയുണ്ടായി. അല്ലെങ്കിൽ മറ്റു പല അധ്യായങ്ങളിലും പറഞ്ഞതുപോലെ മിൻ സിജീലിൻ മൻദൂദ്, ചൂള വെക്കപ്പെട്ട ചൂട് വെച്ച കല്ലുകളായിരുന്നു. അത്തരം കല്ലുകൾ കൊണ്ടുള്ള ചൂട് വെച്ച, ചൂളയിൽ വെക്കപ്പെട്ട് പഴുപ്പിച്ചെടുത്ത അള്ളാഹുവിൻ്റെ അടുത്ത് മുസവ്വമതൻ ഇൻദ റബ്ബിക ലിൽ മുസ്രിഫീൻ, അത് ആകാശലോകത്തുണ്ട് എന്നാണ്. അതിര് കവിഞ്ഞ ആളുകൾക്ക് മേലെ അള്ളാഹു അതിനെ അയക്കും. അതാണ് മുസവ്വമതൻ ഇൻദ റബ്ബിക്, റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ അത് തയ്യാറാക്കി വെക്കപ്പെട്ടതാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അത്തരം കല്ലുകൾ കൊണ്ടുള്ള മഴ പെയ്യുന്നതാണ്. കാബാലയത്തെ പൊളിക്കാൻ വന്ന അബ്രഹത്തിൻ്റെ സൈന്യത്തിന് നേരെ അള്ളാഹു അയച്ചത് അതാണ്. അതേപോലെയുള്ള തീ കൊണ്ടുള്ള കല്ല്, ആ കല്ലുകൊണ്ടുള്ള മഴ, അതിനാണ് ഹാസിബ് എന്ന് പറയുന്നത്. ഇല്ല ആല ലൂത്തിൻ, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കുടുംബമൊഴികെ, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കുടുംബമൊഴികെ, ഒരു ഭാര്യ ഒഴിച്ച്, ഇല്ലമ്രഅതഹു, അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യ ഒഴിച്ച്, ബാക്കി അദ്ദേഹത്തിൻ്റെ കുടുംബം മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പെൺമക്കളും, അദ്ദേഹത്തിന് വേറെ ഭാര്യമാരുണ്ടായിരുന്നു, അവർ വിശ്വാസികളായിരുന്നു എന്നും ചില തഫ്സീറുകളിൽ കാണാം. അതിലൊരു ഭാര്യയാണ് അവിശ്വാസം പ്രകടിപ്പിച്ചത്, അല്ലാത്തവരൊക്കെ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഒരു കുടുംബം, ഒറ്റ കുടുംബമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ വിശ്വാസികളായ. ഫമാ വജദന ഗൈറ ബൈത്തി മിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരൊറ്റ വീടേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ വീട്ടിലുള്ളവരെ വിശ്വസിച്ചിട്ടുള്ളൂ, ബാക്കി ആരും വിശ്വസിച്ചില്ല. ആലോചിച്ച് നോക്കൂ, ആ കുടുംബത്തെ അള്ളാഹു രക്ഷപ്പെടുത്തി. ഇല്ല ആല ലൂത്തിൻ നജ്ജൈനാഹും ബിസഹർ, നജ്ജൈനാഹും, നജ്ജായുനജ്ജി തൻജിയ, അവരെ രക്ഷപ്പെടുത്തി. നജ്ജൈനാഹും, നാം അവരെ രക്ഷപ്പെടുത്തി. ബിസഹർ, പ്രഭാതവേളയിൽ. സഹർ എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തോടടുത്ത സമയത്തിനാണ് സഹർ എന്ന് പറയും. സുഹൂർ, അത്താഴം, അത്താഴത്തിൻ്റെ സമയം. അപ്പോൾ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ രാത്രിയിൽ അള്ളാഹു അവരോട് പ്രത്യേകം, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു വഹി നൽകി. മലക്കുകൾ അവിടെ വന്നിരുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, മീക്കായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അവർ മനുഷ്യരൂപത്തിൽ അവിടെ അതിഥികൾ എന്നുള്ള നിലക്ക് വന്നു. അവർ നേരത്തെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ പോയിട്ടാണ് വരുന്നത്. അപ്പോൾ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പ്രത്യേകം പറഞ്ഞു, രാത്രി പോയിക്കൊള്ളണം. നിങ്ങൾ പോകുമ്പോൾ ഈ സമൂഹത്തെ പിടികൂടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, നോക്കി കാണാൻ പറ്റും. പക്ഷേ തിരിഞ്ഞു നോക്കാതെ നടക്കാൻ പറഞ്ഞു, തിരിഞ്ഞു നോക്കാതെ നടക്കാൻ പറഞ്ഞു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തി. ഇല്ല ആല ലൂത്തിൻ നജ്ജൈനാഹും ബിസഹർ, സഹറിൻ്റെ സന്ദർഭത്തിൽ നാം അവരെ രക്ഷപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഇവിടെയും ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത താക്കീതുകൾ അവഗണിച്ചപ്പോൾ അള്ളാഹു അവർക്ക് നൽകിയ ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. അതൊരു തീ കൊണ്ടുള്ള, കല്ലുകൾ കൊണ്ടുള്ള മഴയായിരുന്നു. നിഅമതൻ മിൻ ഇൻദിന, അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തെ രക്ഷപ്പെടുത്തിയതിനെക്കുറിച്ച് പറയുന്നത് നിഅമതൻ മിൻ ഇൻദിന, എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനുഗ്രഹം എന്നുള്ള നിലക്ക്. നിഅമത്ത്, അനുഗ്രഹം. നിഅമതൻ മിൻ ഇൻദിന, എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനുഗ്രഹം എന്നുള്ള നിലക്ക്. കദാലിക, അപ്രകാരം. നജ്സി, നാം പ്രതിഫലം നൽകുന്നു. ജസാ യജ്സി ജസാഅൻ, നജ്സി, നാം പ്രതിഫലം നൽകുന്നു. മൻ ശക്കറ, നന്ദി കാണിക്കുന്ന ഏതൊരാൾക്കും. ശക്കറ യഷ്കുറു ശുക്രൻ, അപ്രകാരം നന്ദി കാണിക്കുന്ന ഏതൊരാൾക്കും നാം പ്രതിഫലം നൽകുന്നു. അപ്പോൾ അത്രയും വലിയ ഒരു ശിക്ഷ ആ നാടിനെ പിടികൂടിയിട്ടും അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഭംഗിയായി ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുകയുണ്ടായി. നിഅമതൻ മിൻ ഇൻദിന, അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു അനുഗ്രഹമാണ്. കദാലിക നജ്സി മൻ ശക്കർ, നന്ദി കാണിച്ച ആളുകൾക്കൊക്കെ അപ്രകാരം അള്ളാഹു പ്രതിഫലം തരുന്നതാണ്. അപ്പോൾ സത്യവിശ്വാസികളെ അള്ളാഹു ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തും. പക്ഷെ അതിനെന്ത് വേണം? നന്ദിയുള്ള അടിമകളായിരിക്കണം.
അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന അടിമകളാണെങ്കിൽ ഏത് വിപത്തിൽ നിന്നും, എത്ര വലിയൊരു വിപത്ത് നാടിനെ ബാധിച്ചാൽ പോലും അതിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയെടുക്കും. അതാണ് കദാലിക, അപ്രകാരം എന്ന് പറഞ്ഞത്. നജ്സി മൻ ശകർ, ആരാണോ നന്ദി കാണിക്കുന്നത് ആ നന്ദി കാണിക്കുന്ന ആളുകളെ അപ്രകാരം നാം രക്ഷപ്പെടുത്തി എടുക്കുന്നതാകുന്നു. ഇനി ഇത്രയും വലിയൊരു ശിക്ഷ അവർക്ക് നൽകപ്പെട്ടു, വെറുതെ ആയിരുന്നോ? അല്ല. വലഖദ്, തീർച്ചയായും, അൻദറഹും, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അവരെ താക്കീത് നൽകിയിട്ടുണ്ട്. ബത്ഷതന, നമ്മുടെ പിടുത്തത്തെ സംബന്ധിച്ച്. അൻദറ യുൻദിറു ഇൻദാറൻ, താക്കീത് നൽകുന്നതിനാണ് അൻദറ എന്ന് പറയുക. ബത്ഷ് എന്ന് പറഞ്ഞാൽ പിടുത്തം, ശക്തമായ പിടുത്തം, ശിക്ഷ കൊണ്ടുള്ള പിടികൂടൽ, അതിനാണ് ബത്ഷ് എന്ന് പറയുക. ബത്ഷയ ബുത്ഷു ബത്ഷൻ. ബത്ഷതന, നമ്മുടെ ശക്തമായ പിടുത്തത്തെക്കുറിച്ച് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. പക്ഷേ ഫതമാറൗ, അവർ തർക്കിക്കുകയാണ് ചെയ്തത്. തമാറായ തമാറ തമാരി, അവർ സംശയത്തിലായിക്കൊണ്ട്, ഷക്കിലായിക്കൊണ്ട് തർക്കിച്ചു. ബിന്നുദുർ, ആ താക്കീതുകളെക്കുറിച്ച്. അപ്പോൾ ആ താക്കീതുകളെക്കുറിച്ച് അവർ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് തർക്കിക്കുകയാണ് ചെയ്തത്. വലഖദ് അൻദറഹും ബത്ഷതന ഫതമാറൗ ബിന്നുദുർ. മാത്രമല്ല വലഖദ്, തീർച്ചയായും അവർ റാവദൂഹു അൻ ദൈഫിഹി. റാവദ അൻ എന്ന് പറഞ്ഞാൽ റാവദ യുറാവിദു മുറാവദ, കയ്യേറ്റം ചെയ്യുന്നതിനാണ് റാവദ എന്ന് പറയും. ഒരാളെ കയറി പിടിക്കുക, പ്രത്യേകിച്ചും നീചവൃത്തി ഉദ്ദേശിച്ചുകൊണ്ട്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പിടിക്കാൻ ശ്രമിച്ച ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞത് ഇതേവിടാണ്. ഫറാവദത്തുഹുല്ലതി ഹുവ ഫീ ബൈതിഹ. റാവദ, റാവദ യുറാവിദു മുറാവദത്തൻ, കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക, ലൈംഗിക ഉദ്ദേശത്തോടു കൂടി കയറി പിടിക്കുന്നതിനാണത് പറയുക. വലഖദ് റാവദൂഹു അൻ ദൈഫിഹി, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീട്ടിൽ വന്ന വിരുന്നുകാരെ അവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഫതമസ്ന അഅ്യുനഹും, തമസ യത്മിസു തംസൻ ഔ തുമൂസൻ, മായ്ച്ചു കളയുക, നീക്കിക്കളയുക, ഇല്ലാതെയാക്കി കളയുക, മറച്ചു കളയുക, ഇതിനാണ് തമസ എന്ന് പറയുന്നത്. ചൂഴ്ന്നെടുത്ത് കളയുക. ഫതമസ്ന അഅ്യുനഹും, അപ്പോൾ അവരുടെ കണ്ണുകളെ അള്ളാഹു മായ്ച്ചു കളഞ്ഞു, അതിൻ്റെ കാഴ്ചയെ അള്ളാഹു നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഫദൂഖൂ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ, അദാബി വനുദുർ, എൻ്റെ ശിക്ഷയും എൻ്റെ താക്കീതും നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ എന്നവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഫദൂഖു ദാഖ യദൂഖു ദൗഖൻ, ദാഖ എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക, അനുഭവിക്കുക. ഫദൂഖു അദാബി വനുദുർ, എൻ്റെ ശിക്ഷയും എൻ്റെ താക്കീതുകളും നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വലഖദ്, തീർച്ചയായും, സബ്ബഹഹും ബുഖ്റതൻ, സബ്ബഹ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ ഒരു കാര്യമായി തീരുന്നതിനാണോ സബ്ബഹ എന്ന് പറയും. സബ്ബഹ യുസബ്ബിഹു തസ്ബീഹൻ, സബ്ബഹഹും ബുഖ്റതൻ. ബുഖ്റ എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിൻ്റെ സമയത്തിനാണ് ബുഖ്റ എന്ന് പറയുന്നത്. അപ്പോൾ പിറ്റേ ദിവസം പ്രഭാതത്തിൽ അദാബുൻ മുസ്തഖിർ, അവരെ പിടികൂടി, അവരെ വലയം ചെയ്തു. അദാബുൻ, ഒരു ശിക്ഷ, മുസ്തഖിറുൻ, നിലനിൽക്കുന്ന. ഇസ്തഖറ യസ്തഖിറു ഇസ്തിഖറാറൻ, അങ്ങ് നരകത്തിലേക്ക് വരെ അവരെ ചെന്നെത്തിക്കുന്ന രൂപത്തിലുള്ള, തുടർച്ചയായി അതിൻ്റെ അനന്തരഫലങ്ങൾ ഖബറിലും മഹ്ശറിലുമൊക്കെ ലഭിക്കുന്ന രൂപത്തിലുള്ള ഒരു ശിക്ഷ അവരെ പിടികൂടുകയുണ്ടായി. അതാണ് വലഖദ് സബ്ബഹഹും ബുക്റതൻ, പ്രഭാതവേളയിൽ, പിറ്റേ ദിവസത്തെ പ്രഭാതത്തിൽ. അദാബുൻ മുസ്തഖിർ, മുസ്തഖിറായ ഒരു ശിക്ഷ അവരെ വന്നു ഭവിച്ചു. ഫദൂഖൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് വീണ്ടും പറഞ്ഞു, ദൂഖൂ, ആസ്വദിച്ചുകൊള്ളൂ, അദാബി, എൻ്റെ ശിക്ഷയും, വനുദുർ, എൻ്റെ താക്കീതുകളും. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ, ഈ ഖുർആനിനെ ആലോചിച്ച് പഠിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി എളുപ്പമാക്കിയിരിക്കുന്നു. ആരെങ്കിലും പഠിക്കാനും ചിന്തിക്കാനും ആലോചിക്കാനുമുണ്ടോ? അപ്പോൾ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതക്ക് ലോകത്ത് മറ്റൊരു ജനതക്കും നൽകാത്ത ശിക്ഷയാണ് നൽകിയത്. കാരണം ലോകത്ത് മറ്റൊരു ജനതയും
ചെയ്യാത്ത തിന്മയായിരുന്നു അവർ ചെയ്തത്. അവരാണ് അതിന് തുടക്കം കുറിച്ചത്. അന്നു മുതൽ ഇന്നു വരെ അത് തുടർന്നു വരുന്നു. അതാണ് അത് ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾക്കപ്പുറത്ത് അവർ സ്വന്തം ജിൻസിൽപ്പെട്ട ആളുകളെ അവർ സമീപിച്ചു. അതുകൊണ്ടാണ് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞത്, അതഅ്തൂനൽ ഫാഹിഷ മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ഇന്നുവരെ ലോകത്ത് ഒരു സമൂഹവും ചെയ്യാത്ത ഈ തിന്മ നിങ്ങൾ ചെയ്യുകയാണോ? അതഅ്തൂന റിജാല ശഹ്വതൻ മിൻ ദൂനിൻ നിസ. നിങ്ങൾ സ്ത്രീകൾ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച ഇണകളെ മാറ്റിവെച്ച് നിങ്ങളുടെ ലൈംഗികമായ വികാരങ്ങൾ ശമിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആണുങ്ങളെ തന്നെ, പുരുഷന്മാരെ തന്നെ സമീപിക്കുകയാണ്. ഇതിൽ മതിമറന്ന ഒരു ജനതയായിരുന്നു അവർ. അതിൻ്റെ എക്സ്ട്രീം ലെവലായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ സൗന്ദര്യമുള്ള ചെറുപ്പക്കാരെ അവർ വിട്ടിരുന്നില്ല, അവരെ അതിക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്നു. അപ്പോൾ ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ തന്നെ മീകായിൽ, ഇസ്രാഫിൽ, ഈ 3 മലക്കുകളാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. അല്ലെങ്കിൽ മറ്റു മലക്കുകളായിരിക്കാം. ഈ മലക്കുകൾ, ഇതാണ് തഫ്സീറുകളിൽ ഭൂരിപക്ഷവും കാണുന്നത്, ഈ മലക്കുകൾ സുന്ദരന്മാരായ ചെറുപ്പക്കാരുടെ രൂപത്തിലാണ് ലൂത്ത് നബിയുടെ വീട്ടിൽ വന്നത്. അപ്പോൾ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയെ അദ്ദേഹത്തിൻ്റെ ഇണ ചതിച്ചു എന്ന് സൂറത്തു തഹരീമിൽ കാണാം. അവിടെ സംഭവിച്ചത്, ഈ വൈഫിനെ കുറിച്ചുള്ള വിവരം പുറത്തു വിട്ടത് ഈ സ്ത്രീയായിരുന്നു. ഈ സ്ത്രീ പുറത്തുപോയി പറഞ്ഞു, ഇങ്ങനെ സുന്ദരന്മാരായ നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള കുറച്ച് ചെറുപ്പക്കാർ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് ഈ സ്ത്രീ പുറത്തുപോയി പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് അവർ വരുന്നത്. വലഖദ് റാവദൂഹു അൻ ദൈഫിഹി. അവർ ഇവരെ വിട്ടുകിട്ടാൻ വേണ്ടി വന്നു. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം കഴിവിൻ്റെ പരമാവധി ഇവരെ ബ്ലോക്ക് ചെയ്യാൻ നോക്കി. വീട്ടിൽ കയറി വാതിലടച്ചു കളഞ്ഞു. ലൂത്ത് നബി വാതിൽ ക്ലോസ് ചെയ്തപ്പോൾ വാതിലിടിച്ച് പൊളിക്കാൻ തുടങ്ങി. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടു, തൻ്റെ ചിറക് കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഒറിജിനൽ രൂപം പ്രാപിക്കുകയും ചിറക് കൊണ്ട് ഒറ്റ വീശൽ ആ ജനതയുടെ മുഴുവൻ കണ്ണുകളുടെ കാഴ്ച കണ്ണുകൾ പൊട്ടിപ്പോയി, അല്ലെങ്കിൽ അവരുടെ കാഴ്ച നശിച്ചുപോയി. പിന്നെ അവർക്ക് കാണാൻ പറ്റുന്നില്ല, ആ ലൈഫുകളെ പിന്നെ കാണാൻ പറ്റുന്നില്ല. അവർ വീടുകളിൽ കയറി, ചില റിവായത്തിലുള്ളത് അവരുടെ കണ്ണുകൾ തന്നെ അക്ഷരാർത്ഥത്തിൽ പൊട്ടിപ്പോയി എന്നാണ്. വേറെ ചില റിവായത്തിലുള്ളത് അവർക്ക് കണ്ണ് കാണാൻ പറ്റാതായിപ്പോയി. വേറെ ചില റിവായത്തിലുള്ളത് ഇവരെ കാണുന്നില്ല, ബാക്കി എല്ലാവരെയും കാണുന്നുണ്ട്. കാരണം മലക്കുകളാണ്. അല്ലെങ്കിൽ അവർ ആ രൂപത്തിൽ തന്നെ അവിടെ ഉണ്ട്. അവരുടെ കണ്ണുകൾക്ക് അല്ലാഹു മറവെച്ച് കളഞ്ഞു. അതായിരുന്നു അവർക്കുണ്ടായിരുന്ന ആദ്യ ശിക്ഷ എന്ന് പറയുന്നത്. ഫതമസ്ന അഅ്യുനഹും. ആദ്യം തന്നെ അവരുടെ കണ്ണുകളുടെ കാഴ്ച മായ്ച്ചു കളഞ്ഞു. പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ചിറക് കൊണ്ട് രണ്ടാമത്തെ ഒരൊറ്റ അടി അടിച്ചു. ആ അടിയിൽ ആ നാട് മുഴുവൻ ആകാശത്തേക്ക് ഉയർന്നുപോയി എന്നാണ്. അനാനസ്സമ, ആകാശത്തേക്ക് പൊന്തിയിട്ട് പിന്നെ അവരെ ചുരുട്ടി നിലത്തേക്ക് അടിച്ചു എന്നാണ് പറയുന്നത്. അവരുടെ തലയും മറ്റു ശരീരവും മണ്ണിലേക്ക് വന്ന് അടിക്കുന്ന രൂപത്തിൽ അല്ലാഹു അവരെ ആക്കി. അതിനുശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രതീക്ഷ പോലും ഇല്ലാത്ത രൂപത്തിൽ തീ കൊണ്ടുള്ളൊരു മഴയും പെയ്യിപ്പിച്ചു, ആസിഡ് കൊണ്ടുള്ളൊരു മഴ. അങ്ങനെ കത്തിച്ചാമ്പലാക്കി കളഞ്ഞു അവരെ. അത്രക്ക് വലിയ തിന്മയാണ് സ്വവർഗരതി എന്ന് പറയുന്നത്. അത് വ്യഭിചാരത്തേക്കാൾ എത്രയോ ഇരട്ടി പാപമുള്ളതാണ്. വ്യഭിചാരം തിന്മയാണ്, പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി ശിക്ഷ ലഭിക്കുന്നതാണ് സ്വവർഗരതി. അതുകൊണ്ട് തന്നെ സ്വവർഗ അനുരാഗം ഇസ്ലാം ശക്തമായി, സ്വവർഗരതിയിലേക്ക് എത്തിക്കുന്നത് സ്വവർഗ അനുരാഗമാണ്. ശക്തമായി ഇസ്ലാം അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. അതിലേക്കുള്ള വസീലകളെ ഇസ്ലാം തടയുന്നു. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത്, ചെറിയ കുട്ടികളെ, ആൺകുട്ടികളെ അവരുടെ മുഖത്തേക്ക് പരിധിയിൽ കൂടുതൽ നോക്കൽ നിഷിദ്ധമാണ്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വേദിയിൽ അത് പറയുന്നില്ല.
ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ തഫ്സീറുകളിൽ, കിതാബുകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്നാണ് അനുരാഗമുണ്ടാകുന്നത്, അതിൽ നിന്നാണ് സ്വവർഗരതി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വിവാഹം കഴിക്കണമെന്ന് തോന്നുന്നത്, ആണിനെ കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നത്. അതിൻ്റെ തുടക്കം ഇതാണ്. പെണ്ണിനെ കല്യാണം കഴിക്കാൻ തോന്നുന്നത് അതിൻ്റെ തുടക്കം ഇതാണ്. ഇസ്ലാം അതിനെ ശക്തമായി എതിർക്കുന്നു. കാരണം അതുണ്ടായാൽ ഒരു വ്യക്തിയും ഒരു വീടും ഒരു നാടും നശിച്ചു പോകും, എല്ലാ അർത്ഥത്തിലും നശിച്ചു പോകും. അപ്പോൾ ആ രാജ്യത്തെ അള്ളാഹു പിടികൂടുന്നത് ഈ പറഞ്ഞ ഇതേ രൂപത്തിലാവണമെന്നില്ല. എല്ലാ നാട്ടിലും ഒരേ ശിക്ഷയല്ല, മറിച്ച് മോശം ഭരണാധികാരികൾ, മോശം സാമ്പത്തികാവസ്ഥ, മാരകങ്ങളായ രോഗങ്ങൾ, ഇങ്ങനെ തുടങ്ങി വേറെയും പരീക്ഷണങ്ങളുണ്ട്. ഈ പരീക്ഷണങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാനം പരിശോധിച്ചാൽ ആ നാട്ടിലെ സംസ്കാരശൂന്യമായ അധാർമികമായ പ്രവർത്തനങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. പക്ഷേ ദൗർഭാഗ്യവശാൽ രാജ്യങ്ങളും ഗവൺമെൻറ്റുകളും ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളും ഇത്തരം തിന്മകളെ പ്രൊമോട്ട് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, അതിനുവേണ്ടി വർത്തിക്കുന്ന ആളുകളായി രാജ്യത്തിലെ ഭരണകൂടങ്ങൾ വരെ മാറുന്ന അതീവ ദയനീയമായ കാഴ്ചയാണ് കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആനിനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട്. ആലോചിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ തയ്യാറുണ്ടോ? ഗുണപാഠം ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ? എങ്കിൽ രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ പൂർവിക സമൂഹങ്ങളെ അള്ളാഹു പിടികൂടിയതുപോലെയുള്ള ഭയാനകരമായ ശിക്ഷകൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല രാജ്യത്തെ പിടികൂടും. ഈ ലോകത്ത് മാത്രമല്ല, അത് അദാബുൻ മുസ്തഖിറാണ്, നിലനിൽക്കുന്ന ശിക്ഷയാണ്. നരകത്തിൽ ചെന്നേ അത് അവസാനിക്കൂ. അവിടെയും അവസാനമുണ്ടോ? അവിടെയും അവസാനമില്ല. ലാ യമൂതു ഫീഹ വലാ യഹ്യ. അവിടെ ജീവിതമില്ല, മരണമില്ലാത്തൊരു ലോകമാണ്. ജീവിതമില്ല, നാം മരിക്കുമോ? മരിക്കുകയില്ല. അതെന്തൊരവസ്ഥയാണ്! അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്ന ഈ മഹത്തായ ചരിത്രങ്ങൾ, ആ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ നിലക്കുമുള്ള ധിക്കാരവും കളവാക്കലും ഒഴിവാക്കി അള്ളാഹുവും റസൂലും പഠിപ്പിച്ച വഴികളിലൂടെ സഞ്ചരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.